രാജ്യമെങ്ങും കൊടുങ്കാറ്റായി അലയടിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് പാറ്റ പാർട്ടി. പാറ്റ പാർട്ടി ഉണ്ടാകേണ്ട സാഹചര്യം നമുക്കറിയാം. നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം പാറ്റകളോട് ഉപമിച്ചു. പാറ്റകളാണ്, പരാതങ്ങളാണ്, ഇവരിങ്ങനെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി അല്ല യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ പെരുമാറുന്നു എന്നൊരു വലിയ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. അതിന് അദ്ദേഹത്തിന് പല ന്യായീകരണങ്ങളും ഉണ്ടാകാം. പക്ഷേ ഇത് രാജ്യത്തെ ഒന്നടങ്കം യുവാക്കളെയും ചൊടിപ്പിച്ചു. അവർ തൊഴിലില്ലാത്തവരായിത്തീരാനുണ്ടായ സാഹചര്യം എന്താണ്, അവരെ ഇങ്ങനെ ആക്കിത്തീർത്തതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന വലിയ ചോദ്യമാണ് യുവാക്കളുടെ മനസ്സിൽ നിന്ന് ഉണ്ടായത്. അതുകൊണ്ടാണ് AAPയുടെ സോഷ്യൽ മീഡിയ സെല്ലിലൊക്കെ പ്രവർത്തിച്ചിരുന്ന DK എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അമേരിക്കയിലാണ്. ആ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഒരു പാർട്ടിക്ക് രൂപം നൽകുന്നു, കോക്രോച്ച് ജനതാ പാർട്ടി. അതിൻ്റെ എക്സ് അക്കൗണ്ട് എന്താണ്, അതിനകത്ത് വന്ന ഫോളോവേഴ്സിൻ്റെ എണ്ണം, അതിനകത്ത് വന്ന പോസ്റ്റുകളുടെ എണ്ണം ഇതൊക്കെ അധികരിച്ചു. അപ്പോൾ രാജ്യസുരക്ഷയെ തന്നെ ഇത് ബാധിക്കുമെന്ന് കണ്ട് ആദ്യത്തെ എക്സ് അക്കൗണ്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ട് പൂട്ടിച്ചു. പിന്നീട് എന്ത് ചെയ്തു, അവർ വീണ്ടും കോക്രോച്ച് പാർട്ടി ബാക്ക് കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും പേജുകൾ തുടങ്ങി. ഇൻസ്റ്റാ അക്കൗണ്ടിൽ 3-4 ദിവസം കൊണ്ട് 2 കോടിയിലധികം ആളുകളാണ് ഫോളോവേഴ്സ് ആയത്. എന്നിട്ട് ആന്തം, മലയാളത്തിലും ഉണ്ട് ആന്തങ്ങൾ, മലയാളം, ഇംഗ്ലീഷ്, പല ഭാഷകളിലും കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രചരണ ഗാനങ്ങൾ, അവരുടെ ഗീതങ്ങൾ ഒക്കെ തന്നെ എല്ലാം വൈറലാണ്. എന്നിട്ടിപ്പോൾ ഞായറാഴ്ച, അതായത് നാളെ, ബംഗളൂരുവിൽ മനുഷ്യച്ചങ്ങലയ്ക്ക് അവർ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇതുവരെ പോലീസുമായിട്ട് എന്തെങ്കിലും അറിയിപ്പോ, പോലീസിനെ കണ്ടിട്ട് ഇങ്ങനൊരു മനുഷ്യച്ചങ്ങല നടത്താൻ പോവുകയാണെന്നൊരു അറിയിപ്പൊന്നും ഈ CJP കൊടുത്തിട്ടില്ല. എങ്കിലും അവരങ്ങനെ നടത്തുകയാണെങ്കിൽ, അങ്ങനെ ഒരു സമരം നമുക്ക് അറിയാം. മുമ്പ് കേരളത്തിലൊരു ചുംബന സമരം നിങ്ങൾക്ക് അറിയാം, ഓർക്കുന്നുണ്ടോ? കൃത്യമായ നേതൃത്വമില്ലാതെ നടന്ന ഒരു സമരം, വലിയ വഷളായി തീർന്ന ഒരു ചുംബന സമരം, അതുപോലൊരു സമരമായി തീരും. കൃത്യമായ നേതൃത്വമില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അല്ല, ഇതൊരു നേതൃത്വത്തിൻ്റെ കീഴിലാണ് ഇങ്ങനെ ഒരു സമരം നടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വലിയ രാഷ്ട്രീയ ശക്തിയായി, ഒരു വലിയ ഫോഴ്സായി മാറുമെന്നതിൽ തർക്കമില്ല. എന്നിട്ട് ഇവർ പ്രചരിപ്പിക്കുന്ന വീഡിയോകളിൽ ശ്രീലങ്കയിൽ നടന്ന കലാപം, ബംഗ്ലാദേശിൽ നടന്ന കലാപം, പാകിസ്ഥാനിൽ നടന്ന കലാപങ്ങൾ, അതുപോലെ സിറിയയിൽ നടന്ന ആഭ്യന്തര കലാപം, ഈ ആഭ്യന്തര കലാപങ്ങൾക്കൊക്കെ പിന്നിൽ അവിടുത്തെ യൂത്ത്, അസംതൃപ്തരായ യൂത്തായിരുന്നു മുന്നിൽ നിന്നത് എന്ന് എടുത്തു പറയുന്ന ഒരുപാട് വീഡിയോസ് അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്തെ കാർന്ന് തിന്നുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കൊണ്ടുവരെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു പക്ഷേയെങ്കിൽ കേന്ദ്ര സർക്കാരിനെ മാത്രമല്ല മറ്റ് പല സംസ്ഥാന സർക്കാരുകളെയും അലോസരപ്പെടുത്തുന്ന ഒന്നാണ്. മറ്റൊന്ന് ചിന്തിച്ച് നോക്കണം. തമിഴ്നാട്ടിൽ TVK അധികാരത്തിൽ വന്നു. എന്തുകൊണ്ടാണ് വന്നത്? ശക്തമായ ദ്രാവിഡ രാഷ്ട്രീയ പാരമ്പര്യമുള്ള തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് TVK അധികാരത്തിൽ വന്നു? പുതിയ രാഷ്ട്രീയ എഴുത്തുകൾക്ക്, പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു വലിയ സന്ദേശമാണ് TVKയുടെ വിജയം. അത് മറ്റെന്ത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടായാലും അങ്ങനെ ഒരു വലിയ വിധിയെഴുത്താണ് തമിഴ്നാട്ടിൽ നടന്നതെന്ന് അയൽപക്കക്കാരായ നമുക്ക് കൃത്യമായി അറിയാം. കേരളത്തിലും ഈ രാഷ്ട്രീയ മാറ്റം, പുതുമയുള്ള രാഷ്ട്രീയം, പഴയ ജടാനര പിടിച്ച രാഷ്ട്രീയ മേലങ്കി അണിഞ്ഞ ആളുകളുടെ അത്തരം രീതികളൊക്കെ വിട്ടിട്ട് യൂത്തിനെ അംഗീകരിക്കാനും അവരുടെ ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനും പാകത്തിലുള്ള പുതിയ എഴുത്തുകൾ വരണം, പുതിയ രാഷ്ട്രീയം വരണം, പുതിയ രാഷ്ട്രീയ മനോഭാവം വരണം എന്ന വലിയൊരു ചിന്തയാണ് ഈ പാറ്റ പാർട്ടി നൽകുന്നത്. അത് ഒരിക്കലും നമുക്ക് തച്ചുടച്ച് കളയാൻ പറ്റില്ല എന്നതാണ് വാസ്തവം.